എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തെങ്ങിൽ കണ്ട് മുമ്പൊക്കെ പോവുകയാണ്. ഇതിൽ വണ്ട് കയറിയിട്ട് ഈ ഗ്യാപ്പിൽ കൂടെ വണ്ട് കയറും. ഇതുണ്ട്, ഈ സൈഡിൽ കൂടെ ഒക്കെ വണ്ട് കയറും. എന്നിട്ട് ഈ തൂമ്പിൽ കുത്തും. ഈ തെങ്ങിലിപ്പോൾ തൂമ്പിൽ പോവാറായിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്നാ കണ്ടത് കണ്ടോ? ഇതുണ്ട് ഈ ഗ്യാപ്പിൽ കൂടെയൊക്കെ. അപ്പോൾ ആദ്യം ഇതൊക്കെ ക്ലീൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് കല്ലുപ്പും മണലും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ചല്ലി വണ്ട് എന്നൊക്കെ പറയട്ടെ. കണ്ടതിൻ്റെ തൂമ്പൊക്കെ പോയിട്ടുണ്ട്. ആ വണ്ട് കുത്തിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഉപ്പും മണലും കയറാൻ ഇരിക്കും. ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും പറയേണ്ടത്. അതിന് നമ്മുടെ അവിടെ വണ്ട് എന്നൊക്കെ പറയുക. ഇതുകൊണ്ട് ഈ ഗ്യാപ്പിൽ കൂടെ ഇനി മണലും ഉപ്പിടണ്ട കേട്ടോ. ഈ ഗ്യാപ്പിൽ കൂടെ ഇട്ടാൽ മതി. അതുപോലെ ഇതിൽ കൂടെയൊക്കെ. നമ്മൾ പാറമണ്ണിൽ എടുത്തിട്ടുണ്ട്. മണ്ണിൽ കുറച്ച് നനഞ്ഞിട്ടുണ്ട്. വേറെ മണ്ണില്ല, നനഞ്ഞ. പിന്നെ കല്ലുപ്പ്. ഇനി കല്ലുപ്പിടാം. കല്ലുപ്പ് എത്ര മതിയാവും? രണ്ടും കൂടി മിക്സ് ചെയ്യാം. ഇതിൽ തന്നെ വേപ്പും പിണ്ണാക്ക് ഇടാറുണ്ട്. നമ്മൾ വേപ്പും പിണ്ണാക്ക് കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഇപ്പം ഇടുന്നത്. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഗ്യാപ്പിലിടാം. ഇതുണ്ടല്ലേ ക്ലീനാക്കിയത് കണ്ടോ? ഇനി ഇത് കൂടെ ഇങ്ങനെ ഇടാം. ഈ ഗ്യാപ്പുകളിൽ കൂടെ വണ്ട് കയറുക. ഇത് കൂടെ കയറിയിട്ട് വണ്ട് കുത്തുക കണ്ടോ? ഈ ഗ്യാപ്പിൽ കൂടെ. അപ്പോൾ അവിടെയൊക്കെ ഇതിടാം. ഈ ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ ഇത് രണ്ടിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ ചെയ്യാറ്. ഇത് ചന്തങ്ങാണ്. ഇതുകൊണ്ട് തൂമ്പിൽ പോയി. അപ്പോൾ അതൊന്ന് പോയ ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് ബാക്കി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ ഉപ്പിട്ട് കൊടുക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ മോള് കണ്ടോ? മോള് എനിക്കതിൽ ഇതുണ്ട്, തേങ്ങ അച്ചിങ്ങാകുമ്പോൾ തന്നെ കൊഴിഞ്ഞു പോവാണ്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാൻ നല്ലതാണ്. ബാക്കി വന്നിട്ടുള്ള ഉപ്പ് അതിലിട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യാറ് കേട്ടോ. ഉപ്പും മണലും കൂടി മിക്സ് ചെയ്തിട്ട് ഗ്യാപ്പിലേക്ക് ഇറക്കി കൊടുക്കുക ചെയ്യാറ്. പിന്നെ വേറെ ഞങ്ങളുടെ വഴികളൊക്കെ ഉണ്ടാവുമായിരിക്കും ഇങ്ങനെ. അതൊക്കെ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം.